മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല. നമസ്കാരം. ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഐക്യം കണ്ട് പലപ്പോഴും നമ്മൾ അത്ഭുതം കൂറിയിട്ടുണ്ട്. എന്നാൽ ആ ഐക്യത്തിന്റെ അതിമാരകമായ ഒരു വേർഷൻ ഇന്നലെ കാണാൻ സാധിച്ചു. ആഹാ, ഭരിക്കാനുള്ള ഒരു അവസരം ജനങ്ങൾ ഇവിടെ തളികയിലെടുത്ത് മുന്നിൽ കൊണ്ട് വെക്കുമ്പോഴും സ്റ്റേജിലെ തിരക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഐക്യത്തിന് എന്തെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടാക്കണമെങ്കിൽ, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ. ആൾക്കൊന്ന് എന്ന നിലയിൽ സ്റ്റേജ് സംവിധാനം ഇനി സംഘാടകർ ദയവ് ചെയ്ത് ഏർപ്പെടുത്തുക. ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട, സമയത്ത് ആഹാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വയറ് വിശന്നാണെങ്കിലും ഇരിക്കും, സ്റ്റേജ് ആയിരുന്നാൽ മതി. എന്താണ് ഇവരുടെ പ്രശ്നമെന്നറിയില്ല. ഒരു സ്റ്റേജിന് ഇങ്ങനെ കിടന്നടിക്കുന്നവർ ഒരു സ്റ്റേറ്റ് കൈ കിട്ടിയാൽ എങ്ങനെ കിടന്നടിക്കും എന്ന് മനുഷ്യർ ചോദിക്കുന്നതിൽ വല്ല അന്യായം ഉണ്ടോ? പ്രതിപക്ഷത്തിട്ടിരിക്കുന്ന കസേരയുടെ സുഖം വല്ലാതെ അങ്ങ് പിടിച്ചു പോയെന്ന് തോന്നുന്നു. നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചാണോ കേരളത്തിലെ ജനങ്ങൾ ഇരിക്കുന്നത്? ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് 100% ശരിയാണ്. ആരാ ഇവിടെ ഭരിക്കാൻ വരുന്നത്? പുതുയുഗ യാത്ര അതിൻ്റെ തുടക്കമാണ്. ഇഷ്ടം പോലെ ജനങ്ങൾ വന്നു, വലിയ ജനപങ്കാളിത്തം ഉണ്ടായി. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഏറ്റവും അനുകൂലമായ സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും അത് ഫലപ്രദമായി എങ്ങനെ വിനിയോഗിക്കണം എന്നറിയില്ല. അതും നിസ്സാര പ്രശ്നങ്ങൾക്കാണ്. എപ്പോഴും ഒരാൾക്ക് തന്നെ മൈക്ക്, ഒരാളുടെ മുഖത്ത് തന്നെ ക്യാമറ, ഒരാൾ തന്നെ സ്റ്റേജിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം. ഒരു ഹാരം ചാർത്താൻ വന്നപ്പോൾ ആ പഞ്ചായത്തിലുള്ള സകല പ്രവർത്തകർ ഓടി സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. ആ മുല്ലപ്പള്ളിയൊക്കെ താഴെയിട്ട് ചവിട്ടിയെന്നാണ് കേട്ടത്. എത്ര വർഷം കൊണ്ട് സ്റ്റേജിൽ നിങ്ങൾ കയറുന്നു, മൈക്കിൽ കൂടെ പ്രസംഗിക്കുന്നു, നിങ്ങളുടെയൊക്കെ മുഖം പല ചാനലുകളിൽ കാണുന്നു. ഒരു ഗൗരവവും ഒരൊറ്റ നേതാക്കൾക്കും ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. വളരെ ബാലിശമായിട്ടും ഒട്ടും പക്വതയില്ലാത്ത രീതിയിലുള്ള ഒരു സമീപനം. വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഇത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളൊരു നിയന്ത്രണം വരുത്തിയില്ലെങ്കിൽ, സ്വയം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാ. ഷാഫി പറമ്പിലിനോടൊക്കെ അങ്ങ് പുച്ഛം തോന്നുകയാണ്. കഴിഞ്ഞ ദിവസം വേറെ ഏതോ വീഡിയോയിലും ഒക്കെ കണ്ടു, ചുമ്മാ ഒരു MP അല്ലേ, അവരവരുടെ ആ ഒരു പദവിക്ക് ചേർന്ന രീതിയിലൊക്കെ പെരുമാറണ്ടേ? അതൊക്കെയല്ലേ സമൂഹം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ചുമ്മാതെ അവരും നിങ്ങളും തമ്മിൽ ഇപ്പോൾ വ്യത്യാസം എന്താണ്? അവരങ്ങനെ കുറേ കോമാളിത്തരങ്ങൾ കാണിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു. അത്രയും ആളുകൾ അവിടെ കൂടി. സ്റ്റേജിലാണെങ്കിൽ 2 ജാഥയ്ക്കുള്ള ആളുകൾ സ്റ്റേജിൽ, ഇത്രയും തിരക്കിനിടയിൽ ജാഥ ക്യാപ്റ്റൻ 2 വാക്ക് സംസാരിക്കും എന്ന് പറയുമ്പോൾ അത് സംസാരിച്ചടുത്ത നടപടിയിലേക്ക് കടക്കുകയല്ലേ. അപ്പോഴേ ഷാഫി പറമ്പലിന് എന്നാലും എന്നെ വിളിച്ചില്ലല്ലോ, ഞാനല്ലേ MP. ഒരു പാർട്ടിയുടെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള മുൻഗണന കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ, എൻ്റെ മുഖം, എൻ്റെ ഫിഗർ, ഞാനായിരിക്കണം ഒന്നാമത്, ഞാനാണ് മറ്റവൻ, ഇതാണ് പ്രോട്ടോകോൾ എന്നുള്ള രീതിയൊക്കെ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ചില സമയത്ത് താഴേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കേണ്ടി വരും. ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് പുള്ളിക്കാരൻ എങ്ങനെയാണ് പ്രവർത്തിച്ച് വന്നതെന്നും പുള്ളിക്കാരന് ജനങ്ങളോടുള്ള സമീപനം എന്തായിരുന്നു എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെറുതെ നിങ്ങൾ നശിപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ തന്നെ കുഴി തോണ്ടുകയാണ് ചെയ്യുന്നത്. അതും ഇത്രയും മാധ്യമങ്ങൾ അവിടെ ഇതെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴപ്പോഴായിട്ട് ഓരോ കാര്യങ്ങളും അവർ എടുക്കുന്നുണ്ട്. അവിടെ ക്യാമറയുണ്ട്. ഇതൊന്നും അറിയാത്ത ആളുകളാണോ? അതോ നിങ്ങൾക്ക് വിവരമില്ലേ? നിങ്ങൾക്കിതൊന്നും അറിഞ്ഞൂടെ? എത്ര പ്രാവശ്യമായി ഈ സ്റ്റേജിലെ തിക്കും തിരക്കും കണ്ടിട്ട് നമ്മുടെ തന്നെ തൊലി ഉരിയുന്നു. VD സതീശൻ്റെ പേര് വിളിച്ചപ്പോഴേ ഷാഫിയുടെ മുഖം മാറി. എന്നെ വിളിച്ചില്ലല്ലോ എന്ന് മറ്റേ അടുത്ത് നിൽക്കുന്ന ആളുടെ ആരാണ്, ആ DCC സെക്രട്ടറിയോ, പുള്ളിയുടെ ചെവി പറഞ്ഞു. പുള്ളിക്ക് മനസ്സിലായി ഇവൻ ഇനി ഇടഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത പണി കിട്ടും. പുള്ളി വിളിക്കാനൊരുങ്ങിയപ്പോൾ പുള്ളിയുടെ കഴുത്തെ പിടിച്ച് തിരിച്ച് സ്നേഹം പ്രകടിപ്പിച്ചതാണെന്ന്. ഇതൊക്കെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിനുശേഷം നിങ്ങൾ എത്ര വെളുപ്പിക്കലുമായിട്ടോ ന്യായീകരണങ്ങളുമായിട്ടോ മുന്നോട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചത്, അതല്ല ഉദ്ദേശിച്ചത്. ഇതൊക്കെ കണ്ടു മനുഷ്യര്. പ്രിയങ്കരനായ അധ്യക്ഷൻ, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുൻപോട്ടുള്ള സുഗമമായ പോക്കിന് അച്ചടക്കം എന്ന് പറയുന്നതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതില്ലാതെ മുന്നോട്ട് എന്തൊക്കെ ഷോ നിങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ഇനി സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുകയാണോ? എന്തുമാത്രം സ്റ്റേജുകൾ ഇനിയും കിടക്കുന്നു.
അല്ലെങ്കിൽ എത്രയോ സ്റ്റേജുകളിൽ നിങ്ങൾ പ്രസംഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത് അവിടെ സംസാരിക്കാമല്ലോ. ഞാനെന്ന ഭാവം കൊണ്ട് ഒരാളും ഒരു പ്രസ്ഥാനവും മുഴുവൻ ആഴക്കടലിലേക്ക് താഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ലൈവായിട്ട്. അവരെക്കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ ചെവി കൊണ്ട്. എന്നിട്ടും അതിനേക്കാൾ അപ്പുറത്തെ രീതിയിൽ നിങ്ങളിങ്ങനെ കാണിച്ചു കൂട്ടിയ സാധാരണ ഓരോരുത്തർക്ക് എന്തെങ്കിലും പോക്കറ്റിലോട്ട് ചെല്ലുന്നതിനാണ് ആവേശം കാണിക്കുന്നതും അതിനുവേണ്ടിയാണ് അടി കൂടുന്നതും. പൈസയുടെ ഷെയറിനൊക്കെയാണ് ഇവിടെ മറ്റ് പാർട്ടിക്കാരൊക്കെ തമ്മിൽ അടി വയ്ക്കുന്നത്. ഇത് നിസ്സാര ഒരു കസേര, ഒരു ഹാരം, ഒരു ബൊക്ക, ഒരു മൈക്ക്, ഇതിനൊക്കെ വേണ്ടിയാണ്. എന്ത് വിശ്വസിച്ച് കേരളത്തെ നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ അവരെ എങ്ങനെ തെറ്റു പറയാൻ പറ്റും? നിങ്ങൾ നാട്ടുകാർക്ക് മുമ്പിൽ പരസ്യമായിട്ട് ക്യാമറയുടെ മുന്നിലൊക്കെ ഇതാണ് ചെയ്യുന്നതെങ്കിൽ അല്ലാത്ത സമയത്ത് എന്തായിരിക്കും? ഒരിടത്ത് ഇലക്ഷന് ജയിച്ചു, ആ ഇലക്ഷൻ്റെ വിജയത്തെപ്പറ്റി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ വന്നിരുന്നപ്പോൾ മൈക്കിന് സുധാകരൻ ചേട്ടനും സതീശൻ ചേട്ടനും കൂടെ കിടന്ന് അടിവെച്ച കാഴ്ച. തിരഞ്ഞെടുപ്പ് സമയത്തെ മൈക്ക് വിവാദം തമ്മിലുള്ള അസ്വാരസ്യം പക്വത ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണോ, അച്ചടക്കമില്ലായ്മ വളരെ അവിടെ ഗുരുതരമായതാണോ, അതോ ആക്രാന്തം പരിധി വിട്ടു പോയതാണോ, അതും അല്ലെങ്കിൽ ഇനി പ്രതിപക്ഷം എന്നുള്ളതോ അല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയിട്ട് മനഃപൂർവ്വം ചെയ്ത് കൂട്ടുന്നതാണോ? ഇതൊന്നും ജനങ്ങൾക്ക് പിടിയില്ല. നിങ്ങൾക്ക് ഇത്രയും വോട്ടൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത മനുഷ്യരാരായി? നിങ്ങളുടെ ആരുടെയും മുഖസൗന്ദര്യം കണ്ടോ, അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ആ ഒരു മാധുര്യത്തിൽ വീണുപോയിട്ടോ, മൈക്കിൽ കൂടെ മണിക്കൂറുകൾ പ്രസംഗിക്കാനുള്ള കഴിവ് കണ്ട് ഫ്ലാറ്റായിട്ടോ ഒന്നും അല്ല ആളുകൾ വോട്ട് ചെയ്തത്. ഒരു മാറ്റം, നല്ല ഒരു മാറ്റം മനുഷ്യർ ആഗ്രഹിക്കുന്നു. മനുഷ്യർ സഹി കെട്ടു, വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് വോട്ട് തന്നത്. അപ്പോൾ അതെങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കണമെന്ന് സാധാരണക്കാരായ ഞങ്ങൾ ചിന്തിക്കുന്ന അത്രയും പോലും ഇത്രയും നിങ്ങൾ രാഷ്ട്രീയ മൂപ്പുള്ള നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് കൃത്യമായിട്ട് നിങ്ങൾ ഈ അവസാന ഘട്ടത്തിൽ പോലും വിനിയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ നിങ്ങളെയൊക്കെ പറയേണ്ടത്? എൻ്റെ പൊന്ന് സതീശൻ ചേട്ടാ, ഈ പുതുയുഗ യാത്ര ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ജാഥ അത് മുന്നോട്ട് കൊണ്ടുപോകണോ അത് തുടരണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരിക്കൽ കൂടെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. മിക്കവാറും ഇത് എത്തുമ്പോഴത്തേക്ക് ആരും കാണത്തില്ല. നിങ്ങളോടുള്ള മനുഷ്യരുടെ വിശ്വാസം ഒരൊറ്റ ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, എന്നെ തല്ലണ്ട, ഞാൻ നന്നാവത്തില്ല അമ്മാവെന്ന് പറഞ്ഞതുപോലെ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി മുന്നോട്ട് വന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പച്ചയായിട്ട് തെളിയിച്ചുകൊണ്ടിരുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് നിങ്ങൾക്ക് തരണം? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ജനങ്ങൾ വിശ്വസിക്കണം? അതുകൊണ്ട് കാണിക്കേണ്ട അബദ്ധവും നിലവാരമില്ലായ്മയും തറ പരിപാടികളും ഒക്കെ കാണിച്ചു കൂട്ടിയതിന് ശേഷം വിശദീകരണമായിട്ട് മുന്നിൽ വരാൻ നിൽക്കാതെ അച്ചടക്കം എന്നുള്ള അടിസ്ഥാന കാര്യത്തിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്ത് പക്വതയോടുകൂടി പെരുമാറുക.